ഇന്ന് മീൻകറി വെക്കുമ്പോൾ മോള് പറഞ്ഞു അമ്മേ നമുക്കിത് വീഡിയോ എടുത്താലോ എന്ന്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനിതിന് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻകറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മീൻകറിക്കായിട്ട് എൻ്റെ അടുത്തുള്ളത് സൂതമീനാണ് കേട്ടോ. ചില നാട്ടിലൊക്കെ ഇതിന് പറയുന്നത് ചൂര എന്നാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു മീനാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു സവാളയും 4 തക്കാളി, ഒരു കുഞ്ഞ് തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 4 പച്ചമുളകും 4 വെളുത്തുള്ളി ചതച്ചതുമാണ് കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളിയും സവാളയൊക്കെ നേരത്തെ നമ്മൾ അരിഞ്ഞ് വെക്കണം. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി തന്നെ വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് മല്ലിപ്പൊടിയുടെ അളവും കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യും. പിന്നെ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട സമയത്ത് വീഡിയോ പോസായി പോയിട്ടോ, അതാണ് ഇതിൽ കാണാത്തത്. പിന്നെ ഇതിലേക്ക് പെരുംജീരകം ചതച്ചതും ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാളംപുളിയുടെ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇവിടെ കുടംപുളി കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അത് കറിയിലിട്ടാൽ, അതുകൊണ്ടാണ് ഞാൻ വാളംപുളി തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. നല്ല നാടൻ കറിവേപ്പില തന്നെയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള മീൻ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇനി എന്തായാലും മീൻകറി ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ.